ഹലോ ഗായ്സ്, കാട്ടിപ്പറമ്പിൽ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്തീയ മതവിശ്വാസികൾ സകല മരിച്ച വിശ്വാസികളുടെ ദിനം ആചരിക്കുന്ന ദിവസമാണ്. ക്രിസ്തീയ മതവിശ്വാസ പ്രകാരം ഈ ദിനം ആചരിക്കുന്നത് ഒരു ചിന്തയിലൂടെ ആണ്. മരിച്ചവർ ആരും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ സാധിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ സാധിക്കും. ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ പോയ പരിഹാരങ്ങളും പശ്ചാത്താപങ്ങൾക്കും ഇവിടെ ജീവിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരായ നാം അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദിനമായിട്ടാണ് ഈ ഒരു ദിനത്തെ ക്രിസ്തീയ സഭയുടെ ചിന്തയിലൂടെ കാഴ്ചപ്പാടിൽ കാണുവാൻ സാധിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദിവസവും ചെയ്യേണ്ട ഈ കാര്യം, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതിന് ക്രിസ്തീയ സഭ നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ദിനവും കൂടിയാണ് ഇത്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നീയെങ്കിൽ നാളെ ഞാനായിരിക്കാം. മരണമെന്ന വിധി നമ്മളെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ മരണമെന്ന സത്യം ഉൾക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ചെറുതും വലുതുമായ തെറ്റുകൾ പരിഹരിക്കുവാനും തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ ഒരർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ മരണത്തെ ജയിച്ചു എന്നൊക്കെ. കാരണം ദൈവഹിതം പോലെ നമ്മൾ ജീവിച്ചു മരിക്കുമ്പോൾ മരണത്തിന് ശേഷം ദൈവത്തോടൊപ്പം നമുക്കായിരിക്കുവാൻ സാധിക്കും. മരിച്ചവരാരും തിരിച്ചു വരാറില്ലല്ലോ. കാരണം ചിലപ്പോൾ മരണശേഷമുള്ള ജീവിതം അത്രമേൽ മനോഹരമായിരിക്കും. നമുക്ക് ഭൂമിയിലെ ഈ കൊച്ചു ജീവിതം മനോഹരമാക്കി ഇവിടെ നിന്ന് പോയി മറയുമ്പോൾ ദൈവത്തോടൊപ്പമായിരിക്കുന്ന അതിമനോഹരമായ ജീവിതം ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കൊച്ചു ജീവിതം മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചും തെറ്റുകൾ പൊറുത്തും ക്ഷമിച്ചും സഹിച്ചുമൊക്കെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം അതുപോലെ ഇന്ന് ക്രിസ്തീയ മതവിശ്വാസികൾ സകല മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസത്തിൽ എല്ലാ മനുഷ്യരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമായി മാറട്ടെ എന്നും ആശംസിക്കുകയും ചെയ്യുന്നു.